പടുകൂറ്റൻ കപ്പലുകളും ആയുധപ്പുരകളും ഒരുക്കി അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തി. അവരുടെ കൈവശത്തിലുള്ള ഡിയാഗോ ഗാർസി ഐലൻഡിൽ പടക്കപ്പലുകളുടെ ഒരു വലിയ ഒരു പർവ്വതം തന്നെ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇനി വല്ലാതൊന്നും വൈകുകയില്ല എന്ന തരത്തിലൊരു ഭീഷണി സ്വരമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ സ്ഥിതികളൊക്കെ സങ്കീർണമാണ്. പ്രതീക്ഷിച്ച പോലെയൊന്നല്ല കാര്യമെന്ന് പറയുന്നത്. അതിനപ്പുറം ഒരു രീതിയിൽ 4000 കിലോമീറ്റർ വൈദൂരത്തിനപ്പുറം പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ. അമേരിക്കയെ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെസസ്ക്യാൻ്റെ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുടെ ഭാഗത്തു നിന്നും വന്നതോടുകൂടി അമേരിക്ക പെട്ടുപോയിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടത്തിലും ഇറാനുമായിട്ട് ചർച്ച നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സമാധാനപരമായിരിക്കുന്ന ചർച്ചയാണ് അഭികാമ്യം എന്നുള്ളൊരു അഭിപ്രായം പറയുകയും അത് ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ അതൊക്കെ ഇറാൻ നിരാകരിക്കുകയും ചെയ്തു. തങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയോട് താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അതിനോടനുബന്ധിച്ചാണ് ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വലിയ രീതിയിൽ തിരിച്ചടി വന്നതോടുകൂടി വലിയ പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക.